വളരെക്കാലം മുമ്പ് ഇന്ത്യയിലെ ശക്തമായ ഒരു രാജ്യത്ത് ധീരനും ബുദ്ധിമാനുമായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹമായിരുന്നു വിക്രമാദിത്യൻ. വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. ഒരു ദിവസം നിഗൂഢനായ ഒരു താന്ത്രികൻ രാജസദസ്സിലെത്തി. അവൻ ദിവസവും രാജാവിന് ഒരു പഴം നൽകി. രാജാവ് ഒന്നും ചോദിക്കാതെ അത് സ്വീകരിച്ചു. എന്നാൽ ഒരു ദിവസം ആ പഴം താഴെ വീണു പൊട്ടി. അതിനുള്ളിൽ ഒരു മാണിക്യമുണ്ടായിരുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു. പിറ്റേന്ന് അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഇത് നൽകുന്നത്? താന്ത്രികൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് അങ്ങയുടെ സഹായം വേണം. ഒരു ശ്മശാനത്തിൽ ഒരു മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു ശരീരത്തിൽ ഒരു വേതാളമുണ്ട്. അതിനെ കൊണ്ടുവന്ന് എനിക്ക് തരണം. വിക്രമാദിത്യൻ മടികൂടാതെ സമ്മതിച്ചു. അന്ന് രാത്രി രാജാവ് തനിച്ചാണ് ശ്മശാനത്തിലേക്ക് പോയത്. കാറ്റ് ആഞ്ഞു വീശി. ഇരുട്ടുമൂടി. ഒരു മരത്തിൽ ഒരു ശരീരം തലകീഴായി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. രാജാവ് അതിനെ താഴെ ഇറക്കി തോളിലേറ്റി. അപ്പോൾ ആ ശരീരം ചിരിച്ചു. അതായിരുന്നു വേതാളം. അത് സംസാരിക്കാൻ തുടങ്ങി. മഹാരാജാവേ, ഞാൻ അങ്ങയോടൊപ്പം വരാം. പക്ഷേ ഒരു നിബന്ധന. ഞാൻ 1000 കഥകൾ പറയും. അതിന് ഉത്തരം അറിഞ്ഞിട്ടും അങ്ങ് മൗനം പാലിച്ചാൽ അങ്ങയുടെ തല 1000 കഷണങ്ങളായി പൊട്ടിത്തെറിക്കും. ഉത്തരം പറഞ്ഞാൽ ഞാൻ വീണ്ടും മരത്തിലേക്ക് പറന്നുപോകും. രാജാവ് സമ്മതിച്ചു. ഓരോ തവണയും വേതാളം ഓരോ കഥ പറഞ്ഞു. രാജാവ് ഉത്തരം നൽകി. ഉടനെ അത് വീണ്ടും മരത്തിലേക്ക് പറന്നുപോയി. എന്നാൽ രാജാവ് പിന്മാറാതെ വീണ്ടും ചെന്നു. ഒടുവിൽ വിക്രമാദിത്യന്റെ അർപ്പണബോധവും മൗനവും കണ്ട് അത്ഭുതപ്പെട്ട വേതാളം സത്യം വെളിപ്പെടുത്തി. നിന്നെ ഇങ്ങോട്ടയച്ച ആ സന്യാസി ഒരു വഞ്ചകനാണ്. ഈ യാഗത്തിന്റെ അവസാനം നിന്നെ ബലികഴിച്ച് എന്നിലൂടെ ഈ ലോകം മുഴുവൻ ഭരിക്കാനാണ് അവൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അവൻ നിന്നോട് തീയുടെ മുന്നിൽ വീണ് നമസ്കരിക്കാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയില്ല. നീ ചെയ്ത് കാണിക്കൂ എന്ന് അവനോട് പറയുക. അവൻ നിനക്ക് കാണിച്ചു തരാൻ കുനിയുമ്പോൾ അവനെ വധിക്കുക. വേതാളം സത്യം പറഞ്ഞു. രാജാവ് അതനുസരിച്ചു. താന്ത്രികൻ പറഞ്ഞു, മഹാരാജാവേ, നമസ്കരിച്ചാലും. രാജാവ് പറഞ്ഞു, എനിക്ക് എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയില്ല. അങ്കൾ ചെയ്തു കാണിക്കൂ എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു. പദ്ധതി പ്രകാരം അവൻ കുനിഞ്ഞയുടനെ രാജാവ് അവനെ വധിച്ചു. താന്ത്രികന്റെ പദ്ധതി പരാജയപ്പെട്ടു. വിക്രമാദിത്യന്റെ ധീരയിലും സത്യസന്ധയിലും സന്തുഷ്ടനായ വേതാളം അദ്ദേഹത്തിന് ഒരു വരം നൽകി. മഹാരാജാവേ, അങ്ങേക്ക് എപ്പോഴെങ്കിലും ഒരു അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്റെ സഹായം ആവശ്യമായി വരികയോ ചെയ്താൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അങ്ങേക്കായി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ് വേതാളം അപ്രത്യക്ഷമായി.